പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പന്തക്കുസ്ത തിരുനാളിൻ്റെ ഏറ്റവും അടുത്ത ദിവസത്തേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. നാളെ സഭ പന്തക്കുസ്ത തിരുനാൾ ആഘോഷിക്കുകയാണ്. കർത്താവിൻ്റെ ഇന്നത്തെ നമുക്കുള്ള വചനം നടപടി പുസ്തകം 2-ാം അധ്യായം 1-ാമത്തെ വചനം. പന്തക്കുസ്ത ദിനം സമാഗതമായപ്പോൾ അവരൊരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. ഒരുമിച്ച് കൂടിയിരിക്കുന്നിടത്താണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ആദ്യം വെളിപ്പെടുക. കൂട്ടായ്മകളിലാണ് ദൈവസാന്നിധ്യം വെളിപ്പെടുക. കൂട്ടായ്മയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നിടത്താണ് സ്വർഗത്തിൻ്റെ അഗ്നി ഇറങ്ങുക. നടപടി പുസ്തകം മുഴുവൻ ഈ കൂട്ടായ്മയിലൂടെ കത്തിപ്പടർന്ന പരിശുദ്ധാത്മാ അഗ്നിയുടെ വെളിപ്പെടുത്തലുകളാണ് സ്നേഹമുള്ളവരെ നാം ദർശിക്കുക. നടപടി 1:14 കൂട്ടായ്മയ്ക്ക് കാരണഭൂതയായ ഒരു അമ്മയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലില്ലേ, അവൻ്റെ അമ്മയായ യേശുവിൻ്റെ അമ്മയായ മറിയവും ശിഷ്യന്മാരും മറ്റ് സ്ത്രീകളും ഒരുമിച്ച് സെഹിയോൻ ഊട്ടുശാലയിൽ പ്രാർത്ഥനയിലായിരുന്നു, സദാ മുഴുകിയിരുന്നു എന്നൊരു ഓർമ്മപ്പെടുത്തലുണ്ട്. പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന കൂട്ടായ്മകളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുണ്ടാകും. അതുകൊണ്ട് ഒറ്റപ്പെടലുകളിൽ നിന്ന് നീങ്ങിക്കൊള്ളുക, കൂട്ടായ്മകളെ ശക്തിപ്പെടുത്തിക്കൊള്ളുക. സ്നേഹത്തിൻ്റെ ആത്മാവ് ശക്തി പ്രാപിക്കട്ടെ. ബലിയർപ്പിക്കാൻ വരുമ്പോൾ ഒറ്റപ്പെടലുകളിലെ അനുഭവം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നൊരു മുന്നറിയിപ്പ്. മത്തായി സുവിശേഷം 5:23 ഈശോ പറയുന്നില്ലേ, നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കാൻ വരുമ്പോൾ നിനക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിലെന്നല്ല, നിന്നോടാർക്കെങ്കിലും വിരോധമുണ്ടെങ്കിൽ ബലിവസ്തുവോടെ വെച്ച് പോയി രമ്യപ്പെട്ടുകൊള്ളുക, കൂട്ടായ്മ ഉറപ്പിച്ചു കൊള്ളുക, സ്നേഹം ജ്വലിപ്പിച്ചു കൊള്ളുക, വിട്ടുവീഴ്ച ആവശ്യമെങ്കിൽ നടത്തിക്കൊള്ളുക, തിരിച്ചു വരിക, ബലിയർപ്പിക്കുക. പ്രിയമുള്ളവരെ, ദൈവസാന്നിധ്യത്തിൻ്റെ വലിയ ഇടപെടലുകൾ സംഭവിക്കുക ഈ വലിയ ക്ഷമയുടെ മേഖല വെളിപ്പെടുന്നിടത്താണ്. കൂട്ടായ്മയുടെ ഏറ്റവും വലിയ തടസ്സം നമുക്കറിയാം, ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥ, വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. വിട്ടുവീഴ്ചയും ക്ഷമയും ഉൾപ്പെടുന്ന വലിയ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ഈ ദിവസത്തിലൂടെ നമ്മളിലേക്ക് വ്യാപരിക്കട്ടെ. ഒറ്റപ്പെട്ട മേഖലകളെല്ലാം ക്രമപ്പെടട്ടെ. സുഭാഷിതം 16:7 ഒരുവൻ്റെ വഴി കർത്താവിന് പ്രീതികരമാകുമ്പോൾ ശത്രുക്കൾ പോലും അവരോട് ഇണങ്ങിക്കഴിയും. നമ്മുടെയൊക്കെ വഴികൾ കർത്താവിന് പ്രീതികരമാകണമെങ്കിൽ പ്രിയമുള്ളവരെ, വിദ്വേഷം, വൈരാഗ്യം, വെറുപ്പ് ഈ മേഖലയോട് ചേർന്ന് ആരെയെല്ലാം ഞാൻ നീക്കി നിർത്തിയിട്ടുണ്ടോ തിരിച്ചു പിടിച്ചോളുക, ഒപ്പം ചേർത്തുകൊള്ളുക, കൂട്ടായ്മയെ ശക്തിപ്പെടുത്തിക്കൊള്ളുക. പരിശുദ്ധ അമ്മ ചെയ്തത് അതാ, വിട്ടുപോയവരെയെല്ലാം ചേർത്തു. കാൽവരിമലയുടെ നെറുകയിൽ അരുമസുതൻ്റെ ബലിയർപ്പണത്തിന് ശേഷം നഷ്ടപ്പെട്ടു പോയവരെ അന്വേഷിച്ച് അമ്മ കണ്ടുപിടിക്കുക. ഒളിച്ചോടിയവർ, ഭയപ്പാടോടെ നീങ്ങിപ്പോയവർ, തള്ളിപ്പറഞ്ഞു പോയവർ, അമ്മ എല്ലാവരെയും കണ്ടെത്തി സെഹിയോൻ ഊട്ടുശാലയിൽ എത്തിച്ചു. സദാ പ്രാർത്ഥിച്ചവരെ ഇരുത്തി. അഭിഷേകത്തിൻ്റെ അഗ്നി അവരിൽ നിറഞ്ഞു. പിന്നീട് അത്ഭുതമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അഭിഷേകത്തിൻ്റെ തീ ഇറങ്ങാനുള്ള തടസ്സം അത് കൂട്ടായ്മയുടെ അഭാവമാണ്. ഒറ്റപ്പെടലിൻ്റെ, ഒരുമിച്ച് നിൽക്കാൻ കഴിയാത്തതിൻ്റെ, മാലിന്യത്തിൻ്റെ വലിയ ദുർഭൂതങ്ങൾ നമ്മുടെയൊക്കെ മേൽ കടന്നു വരാം. ഈ മേഖലകളെ അതിജീവിക്കാനുള്ള കൃപ പരിശുദ്ധാത്മാഗ്നി നമുക്ക് തരട്ടെ. ഒറ്റപ്പെടാതിരിക്കാൻ, ആത്മാവിനോട് ചേർന്ന് കരുത്ത് പ്രാപിക്കാൻ, സ്നേഹത്തിൽ ക്ഷമയിൽ ശക്തി പ്രാപിക്കാൻ കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.